വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേർന്നുണ്ട്. നമുക്കിപ്പം ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പൊതുസമൂഹം ഏറെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ആർക്കും ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു. ഇത് ഒരു ജില്ലയിലെ മാത്രം കാര്യമല്ല, വിവിധ ജില്ലകളിൽ ഈ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ റാക്കറ്റിന്റെ ഉദ്ദേശം? എന്താണ് ഈ റാക്കറ്റിന്റെ പ്രവർത്തന രീതി? സ്കൂൾ കോളേജ് അധികൃതർ ഈ വിഷയം അറിയുന്നുണ്ടോ? എന്താണ് ഇതിൽ അവരുടെ നിലപാട്? നമുക്ക് എന്താണ് ഈ ഒരു അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് ശാന്തകുമാർ? സേതു, ഗുഡ് മോർണിംഗ്. വളരെ സിമ്പിളാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിദ്യാർത്ഥികളുടെ, നമ്മുടെ സ്കൂളിലെയും കോളേജുകളെയും പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ, ഡാറ്റ ലഭിക്കുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ചില ഏജൻസികൾ, ചില റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് പൊതുസമൂഹം ആകെ മനസ്സിലാക്കേണ്ടതും ഇത് കുറച്ചുകൂടി ഗൗരവത്തോടെ കാണേണ്ടതുമാണ്. കാരണം വിദ്യാർത്ഥികളുടെ ഇത്തരം വ്യക്തിവിവരങ്ങൾ ലഭിച്ചാൽ അത് ഏത് തരത്തിലെല്ലാം ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കും. ഈ അടുത്ത ദിവസങ്ങളിലാണ് ഒരു ടെലിഫോൺ നമ്പർ, ഒരു മൊബൈൽ ഫോൺ നമ്പർ ഒരു ട്രെയിനിൻ്റെ ബാത്റൂമിൽ ആരോ എഴുതി വയ്ക്കുകയും ആ നമ്പർ ഉള്ള ഉടമയെ വിളിച്ച് പിന്നീട് പല വിധത്തിലുള്ള അസഭ്യം പറയുന്നതും എല്ലാം നമ്മൾ കേട്ടതാണ്. അത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴായി നിലനിൽക്കുന്നതുമാണ്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് വിദ്യാർത്ഥികളുടെ, അതായത് കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, ഇവരുടെ എല്ലാം ഫോൺ നമ്പറുകൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പണം നൽകിയാൽ എന്തും ലഭിക്കുമെന്നുള്ള ധൈര്യത്തോടു കൂടി ഈ ഏജൻസി വിൽപ്പന നടത്തുന്നത്. ഇത് ശേഖരിക്കുന്നതും വളരെ രസകരമായും വളരെ ലളിതമായുമാണ് കാരണം ഇവർ ഈ വിദ്യാർത്ഥികളുടെ ഇന്നത്തെ കാലത്തെ ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെയും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും, അവരുടെ പേരൻസിൻ്റെ നമ്പർ ചേർത്തുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ക്ലാസ്സുകളിലെയും കോളേജുകളിലെയും കുട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും, ഇത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം കയറി ഈ വാട്സപ്പ് നമ്പറുകളെല്ലാം ശേഖരിച്ചാണ് ഇവർ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നത്. അതിനകത്ത് അവർ ഏത് കാറ്റഗറി വിദ്യാർത്ഥികൾ, നമ്മൾ ആവശ്യപ്പെട്ടത് വിദ്യാർത്ഥികളുടേതാണെങ്കിൽ അവരുടെ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട് വിദ്യാർത്ഥികളുടേത് മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ് ഏത് തരത്തിലുള്ള ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിന് യോജ്യമായ ടെലിഫോൺ നമ്പറുകളെല്ലാം, മൊബൈൽ നമ്പറുകളെല്ലാം അവർ നൽകാൻ തയ്യാറാണ്. അത്തരത്തിൽ എല്ലാ വിധത്തിലും നമ്പറുകൾ ശേഖരിച്ചു വെച്ച് ഈ നമ്പറുകളെല്ലാം വിപണനം നടത്തുന്ന ഒരു ഏജൻസി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാരമുള്ള കാര്യമല്ല. ഇത് നമുക്ക് ലഭിക്കുന്നത് ഒരു SMS-ലൂടെയാണ്. ഇത്തരത്തിൽ ഡാറ്റകൾ ലഭ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ വെറുതെ ഒരു SMS അയച്ചാൽ അല്ലെങ്കിൽ കേവലം 1000 രൂപയോ 1500 രൂപയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളുടെ വിവരങ്ങളൊക്കെ നമുക്ക് യഥേഷ്ടം ലഭ്യമാകുന്നു. അത്തരത്തിലൊരു വലിയൊരു റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് ന്യൂസ് മലയാളം. ഈ വാർത്ത നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്പറുകൾ വിൽക്കാൻ വെക്കുന്നത് ഗുരുതരമായ ദുരുപയോഗത്തിന് വഴിവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം ഈ റാക്കറ്റിന്റെ പ്രവർത്തനത്തെ നിരീക്ഷിക്കുക, ഇവരെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. എങ്ങനെയാണ് ഇവരുടെ വിൽപ്പന, ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. എത്രയും വേഗം ഇതിലൊരു നടപടിയിലേക്ക് അധികൃതർ എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ശാന്തകുമാർ വെള്ളാലത്താണ് ഈ അന്വേഷണ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.